ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്കൊരു കുഞ്ഞു സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് ഞാൻ. അപ്പോൾ ആ സന്തോഷക്കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ വേഗം പോവൂട്ടാ. കാരണം നമ്മുടെ തക്കുടൂസ് സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ല റിച്ചു, എന്താ സന്തോഷക്കാര്യം ഞാൻ പറഞ്ഞുതരാം. റിച്ചുവിന് പറയാൻ പറ്റുമോ? റിച്ചു വർത്തനം പറയാറായിട്ടില്ല കേട്ടോ, അതുകൊണ്ട് റിച്ചുവിന് പറയാൻ പറ്റില്ല. റിച്ചു സോരിക്കാകേവാൻ പോവാണ്, നമ്മുടെ തക്കുടു സോരിക്കാകേവാൻ പോവാണ്. ഞാൻ വീണ്ടും ഒരു ഉമ്മയാവാൻ പോവാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇത് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ സന്തോഷങ്ങളായാലും ചെറിയ വിഷമങ്ങളായാലും നിങ്ങളെ മാക്സിമം ഞങ്ങൾ അറിയിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇക്കാര്യം കൂടി നിർത്തിയിട്ട് ഒപ്പം പറയണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇക്കാ പണിക്ക് പോയി ഇനി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിൽക്കില്ല വീഡിയോയിൽ. കാരണം കാക്ക് വലിയ ഇഷ്ടമില്ല വീഡിയോയിൽ നിൽക്കാൻ, നല്ല മടിയാണ്. സപ്പോർട്ടിങ് അല്ല, നല്ല സപ്പോർട്ടിങ് ആണ്. വീഡിയോ ചെയ്യണമെന്നൊന്നും കുഴപ്പമില്ല ഞാൻ, പക്ഷെ ആൾക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഈ കാര്യക്കാനായിട്ട് ഇങ്ങനെ പറയണമെന്നാണ് വിചാരിച്ചത്. ചിലപ്പോൾ ഞാൻ സമയത്ത് ആൾ വന്നില്ലെങ്കിലോ, അപ്പോൾ അതുവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വെറുതെ ആവില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ റിച്ചുവിനോട് ഇറക്കി വെക്കട്ടെ കേട്ടാ. റിച്ചൂസ് നടന്നോ? റിച്ചൂസ് നടക്കാറൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. അല്ല റിച്ചിയോ? അല്ലേ? ഇങ്ങോട്ടേക്ക് ഇക്കാക്കാൻ പോവല്ലേ? സന്തോഷയ്യാ, സന്തോഷയ്യാ. അപ്പം എന്തത്ര പെട്ടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചുവിന് 1.5 വയസ്സാവണുള്ളൂ. അതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച് റിച്ചുവിന് ഒരു 4 വയസ്സൊക്കെ ആയിട്ട് നെക്സ്റ്റ് ബേബി എന്നാണ് വിചാരിച്ചത്. കാരണം ഡെലിവറി എന്നുള്ളത് എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. എനിക്ക് 3 കുട്ടികൾ വേണം. റിച്ചുവിനെ പ്രസവിക്കാൻ വേണ്ടി പോയപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നിർത്താനാണ് വിചാരിച്ചത്. പക്ഷെ അത് റിച്ചു ആൺകുട്ടി ആയതുകൊണ്ട് എനിക്കൊരു പെൺകുട്ടീനെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പ്രസവം നിർത്താണ്ടിരുന്നത്. പക്ഷെ ഇത്ര പെട്ടെന്ന് കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾ 4 വയസ്സ്, റിച്ചുവിന് 4 വയസ്സൊക്കെ ആയിട്ട് അടുത്ത കുട്ടി എന്നാണ് വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് കുട്ടിയായി. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടായി കഴിഞ്ഞില്ല, അപ്പോൾ നമ്മൾ കളയാനൊന്നും തയ്യാറല്ല കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചവൻ തരുന്നതല്ലേ. എത്രയോ പേർക്ക് കുട്ടികളില്ലാണ്ടിരിക്കണു. കുറേ പേര് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയിട്ട് ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ 2-3 ആൾക്കാർ വന്നേക്കുക. അവരിങ്ങനെ കുട്ടികൾ ഉണ്ടായിട്ട് പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കുട്ടി ഉണ്ടാവാൻ വെച്ചിട്ട് നോക്കിയപ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ടാവണില്ല. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്ന 2-3 പേര്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയതൊരു ഭാഗ്യം. ഇനി കളയണ്ട വെച്ചു. കാരണം അതങ്ങനെ നമ്മുടെ റിച്ചുവൊക്കെ തക്കുടിൻ്റെ കൂടെ കിടന്ന് വളർന്ന പോലെ ഇവരെ കൂട്ടത്ത് കൂടെ നടന്നിട്ട് വളർന്നോളും. അല്ലേ റിച്ചിയോ? റിച്ചു നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അല്ലേ കാക്ക? അല്ലേ? ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റിച്ചൂസ്. അതുപോലെ തന്നെ അവൻ്റെ കാര്യം കുറച്ച് കഷ്ടമായിട്ടും തോന്നുന്നുണ്ട് എനിക്ക്. കാരണം 1.5 വയസ്സായതുകൊണ്ട് തന്നെ അവൻ ഫീഡിങ് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഇനി പ്രസവിക്കുമ്പോഴേക്കും ഇവന് 2 വയസ്സൊക്കെ ആവുള്ളൂ. അപ്പോൾ മാക്സിമം 2 വയസ്സ് വരെ ഫീഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് അവനുണ്ട്. അതുപോലെ തന്നെ ഇവനെ നന്നായി നോക്കാൻ പറ്റിയില്ല എനിക്ക്. അവൻ നന്നായി നോക്കേണ്ട സമയമല്ലേ. അപ്പോൾ ശരിക്കും പോലെ ഞാനും വയ്യാണ്ടായിട്ട് കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ കാര്യം ആരും നോക്കാനില്ല. ഇക്കാ പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ പിള്ളേരുടെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കണം. വേറെ ആരും നോക്കല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ആവശ്യങ്ങൾക്ക് എല്ലാവരും വരും എന്നല്ലാണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ നോക്കാൻ പറ്റിയ ആരുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരാളെ നിർത്തണം എന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ജോലിക്കായിട്ട് ഡെയിലി ഇങ്ങനെ വന്ന് ജോലി ചെയ്യാൻ പറ്റിയ ആരെങ്കിലും നോക്കണം എന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഛർദിയില്ല, വയ്യായില്ല, തലകറക്കല്ല, ഒന്നുമില്ല. പക്ഷേ ഇനി ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ പോലെ ഛർദി, തലകറക്കതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കൂടി നോക്കാൻ പറ്റില്ല. റിച്ചുവിൻ്റെ കാര്യം, തക്കുടിൻ്റെ കാര്യം. ഇക്കാക്ക് ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. ഞാനത് കൊടുത്തയക്കാറുണ്ട് കേട്ടോ. തക്കുടിന് ചോറ് കൊണ്ടുപോകണ്ട, പക്ഷെ തക്കുടിന് കറി കൊടുത്തയക്കണം. തക്കുട് സ്കൂളത്തെ കറി കൂട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉപ്പേരിയാ, മുട്ട വറുത്തതാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നിൽക്കാക്കും ഉണ്ടാക്കുമ്പോൾ ഇക്കാ ചോറ് കൊണ്ടു. ഇക്കാക്ക് കാലത്ത് ചോറ് വെക്കണം. ഇക്ക ചോറൊക്കെ കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ മോശമായി കഴിഞ്ഞതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒരാളെ നോക്കുന്നുണ്ട്. ഇപ്പോഴേക്കല്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വന്നിട്ട് പോവാനുള്ളൊരു സെറ്റപ്പ് അങ്ങനെയായാലും കുഴപ്പമില്ല വെച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഇതിലെന്തായാലും ഈ ഡെലിവറിയിൽ എന്തായാലും പ്രസവം നിർത്തും കേട്ടോ. കാരണം ഇതിങ്ങ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രസവം നിർത്തും, ഉറപ്പാണ്.
കാരണം രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴേ കുറേ പേര് പറഞ്ഞു ഇക്കാടെ വീട്ടിലൊക്കെ കുറേ തന്നെ പറഞ്ഞു ഡെലിവറി നിർത്തിക്കോ, കാരണം ഓപ്പറേഷൻ അല്ലേ, അപ്പോൾ നിർത്തിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു വാശി കൊണ്ടാണ് നിർത്താഞ്ഞത്, പെൺകുട്ടി വേണമെന്ന്. അപ്പോൾ ഈ ഒരു കുട്ടിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി നിർത്തുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഏതാ കാണിക്കണേന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഞാൻ അല്ലമീൻ ഹോസ്പിറ്റലിൽ കാണിച്ചാലോ എന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആ ഹോസ്പിറ്റൽ. റിച്ചുവിനൊക്കെ ഇപ്പോൾ 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആയിട്ട് നല്ല പൈസ ഈ പറഞ്ഞില്ല, ആ ഹോസ്പിറ്റൽ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നല്ല പൈസയാണ് വാങ്ങുന്നത്. ഡെലിവറിക്കായാലും അങ്ങോട്ട് നമ്മൾ അസുഖമായി പോയാലൊക്കെ നല്ല പൈസ തന്നെയാണ് വാങ്ങുന്നത്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിക്കണില്ല കേട്ടോ. കാരണം റിച്ചുവിനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൈസ കുറവാണ്, പൈസ അധികം ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇവർ നമുക്ക് മെഡിസിൻസ് അധികം തന്നിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മരുന്നുകൾ തന്നിരുന്നില്ല. ഭയങ്കര വേദന എനിക്ക്. അതുപോലെ തന്നെ നമുക്ക് അനസ്തേഷ്യ തന്നിട്ട് തരിക്കണേണ്ടി മുമ്പ് തന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വേദന എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ നമ്മുടെ വയറ് മുറിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മുറി ഉണങ്ങാണ്ട് വരെ പ്രശ്നമായിരുന്നു. കുറേ കാലം വയറുവേദനയായിട്ട് കുറേ കാലം നടന്നു, ആശുപത്രികളിൽ കുറേ പോയി കിടന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പ്രസവം നിർത്തും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുണ്ട് കേട്ടോ. പൈസ കൂടുതലാണ് പ്രൈവറ്റിൽ. എന്നിരുന്നാലും എന്തെങ്കിലും ലോണുകൾ എടുത്തിട്ടോ, ഇപ്പോൾ എൻ്റെ പ്രസവത്തിനൊക്കെ ലോണുകൾ എടുത്തിട്ട് നോക്കിയിട്ട് ആ ലോണുകൾ ഇപ്പോഴും അടക്കിണ്ട് പറഞ്ഞില്ലേ, അതേപോലെ വല്ല ലോണുകൾ പുതുക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ഡെലിവറി നടത്തണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം പടച്ചോ നമുക്ക് നല്ലപോലെ ആക്കി തരട്ടെ. അപ്പം നമുക്ക് എന്തായാലും ചിലപ്പോൾ ഈ കുട്ടിയിൽ നമുക്ക് ചിലപ്പോൾ നല്ലത് വരുത്തിയാലോ പടച്ചോ, ഈ കുട്ടീനെ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് നല്ല റാഹത്തും ബർക്കത്തൊക്കെ തരുന്ന പടച്ചോ വിചാരിക്കുക വെച്ചെങ്കിൽ നമുക്ക് ആ കുട്ടിയിലൂടെ ഐശ്വര്യങ്ങൾ കിട്ടട്ടെ. അപ്പം എന്തായാലും നമുക്കിനി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആവും. ചില ദിവസങ്ങൾ എനിക്ക് തീരെ വയ്യാവും. അപ്പോൾ വയ്യാത്ത ദിവസങ്ങളൊന്നും വീഡിയോസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം മാക്സിമം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നമ്മുടെ തക്കുടൂസ് വരാറായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും തക്കുടിനെ കൊണ്ടുവരാൻ പോകണം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥിയും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തണം, നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.